ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലുമുള്ള ഒരു പഴച്ചെടിയാണ്. അത് തനിയെ കിളിർത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത്. തനിയെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാലൻസുള്ള പേരയ്ക്കയിൽ നിന്നും അതുപോലെ പക്ഷികളിൽ നിന്നൊക്കെയുമാണ് പേരത്തൈ ഉണ്ടാകുന്നത്. അങ്ങനെ കിളിർത്തു വരുന്ന പേരച്ചെടിയിൽ നിന്നും ഒരുപാട് കായ്കളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇന്ന് ബഡ് ചെയ്തതോ അതുപോലെ തന്നെ ഹൈബ്രിഡ് ചെയ്തതോ ആയ പേരത്തൈകൾ നമുക്ക് വാങ്ങുവാൻ കിട്ടും. അവയെല്ലാം 6 മാസം കഴിയുമ്പോൾ തന്നെ കായ്ക്കുവാൻ തുടങ്ങും. വലിയ വലിപ്പമുള്ള പേരയ്ക്കായിരിക്കും ഹൈബ്രിഡ് തൈകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. പേരയുടെ ഇലയും അതുപോലെ ഫ്രൂട്ട്സും ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ്. ഇത്ര പോലും ഔഷധ ഗുണങ്ങളില്ലാത്ത കടകളിൽ നിന്നും നമ്മൾ വാങ്ങുന്ന പഴവർഗ്ഗങ്ങൾ, അതായത് വിഷമടിച്ചു വരുന്ന പഴവർഗ്ഗങ്ങൾ നമ്മൾ കടയിൽ പോയി കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കഴിക്കാറുണ്ട്. അങ്ങനെ വിഷം സ്പ്രേ ചെയ്ത് വരുന്ന ആപ്പിള്, മുന്തിരി, ഓറഞ്ച് അതുപോലെ മറ്റ് വിദേശ ഫ്രൂട്ട്സുകളുമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും നല്ലതാണെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാം. നമ്മൾ കരുതുന്നത് വൈറ്റമിൻ സി ഒരുപാടുള്ളത് നെല്ലിക്കയിലും അതുപോലെ നാരങ്ങയിലുമൊക്കെയാണ് എന്നാണ്. എന്നാൽ നാരങ്ങയിലുള്ളതിനേക്കാൾ ഒരുപാട് വൈറ്റമിൻ സി പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു പേരയ്ക്ക കഴിക്കുമ്പോൾ നമുക്ക് 120 മില്ലിഗ്രാം വൈറ്റമിൻ സി കിട്ടും. എന്നാൽ ഒരു നാരങ്ങയിൽ 19 മില്ലിഗ്രാം മാത്രമേ വൈറ്റമിൻ സി ഉള്ളൂ. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴവർഗ്ഗമാണ് പേരയ്ക്ക. തൊലിയോടുകൂടി വേണം പ്രമേഹ രോഗികൾ പേരയ്ക്ക കഴിക്കേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു മൂട് പേരത്തൈ എങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്.